കാലവർഷം കനക്കുന്നതിനോടൊപ്പം ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 8 മരണമായിരുന്നു മഴയുമായി അനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും മരം വീണുണ്ടായ അപകടമുണ്ടായിരുന്നു. ഇന്നലെ ഏറ്റവും ഒടുവിലായി വന്ന വാർത്തയിൽ ഒരു യുവതി കാറിനകത്ത് ഒരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. മരം കാറിന് മുകളിലേക്ക് മറിഞ്ഞു വീണ്. അങ്ങനെ ഒട്ടനവധി മുന്നറിയിപ്പുകളും കളക്ടർമാരും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുകളും അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 8 ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അതൊരു സന്തോഷമാണ്. എന്നാൽ പോലും എല്ലാവരും ജാഗ്രത പാലിക്കണം. നമുക്ക് എപ്പോഴും മുൻകരുതലുകൾ അത്യാവശ്യമാണ്. അത്തരത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കണ്ണൂർ വയനാട് ദേശീയപാതയിൽ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇന്ന് കൂടുതൽ ഡാമുകൾ തുറക്കാനും സാധ്യതയുണ്ട്. റോഷിപാൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. റോഷിപാൽ, സംസ്ഥാനത്ത് ഇന്നലെ മാത്രം മഴക്കെടുതിയിൽ 8 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീലക്ഷ്മി, റോഷിപാലുണ്ട്, അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും നമ്മുടെ മറ്റു പ്രതിനിധികളും ചേരും. ഏതായാലും മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം, ശക്തമായ കാറ്റുണ്ട് സംസ്ഥാനത്ത്. മരങ്ങൾ കടപുഴകിയുള്ള അപകടങ്ങളാണ് തുടർച്ചയായി. ഇപ്പോൾ 2 വീലറിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ തന്നെയും പ്രത്യേകം ഇപ്പോൾ ഞാനടക്കമുള്ളവർ നമ്മുടെ ഓഫീസിലേക്ക് 2 വീലറിലാണ് വരുന്നത്. മഴ മാത്രമല്ല, ശക്തമായ കാറ്റിലും ഡ്രൈവിങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ ഈ കാലവർഷത്തിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മോടൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ജസീം ചേരുന്നുണ്ട്. ജസീം, നമുക്കറിയാം മഴ കനക്കുകയാണ്. വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പുകളുണ്ട്, അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ നിലവിലെ സാഹചര്യം എന്താണ്? ജില്ലയിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ? എന്താണ് മധ്യ കേരളത്തിലെ ഒരു അവസ്ഥ? ജസീം. കൊച്ചിയിൽ മഴ ഇപ്പോൾ രാത്രി ഇന്നലെ രാത്രി മഴ പെയ്തെങ്കിലും ഇന്ന് രാവിലെ അല്പം കുറവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ പല ഭാഗങ്ങളിൽ ആലുവ, മലപ്പുറം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇടമലയാറിൽ റെക്കോർഡ് മഴയാണ്. ഭൂതത്താൻകെട്ടിന്റെ 15 ഷട്ടറും 5 മീറ്റർ വീതം ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മഴ കൂടുതൽ തന്നെയാണ്. ഈ കിഴക്കൻ മേഖലകളിലുള്ള മഴ അത് പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുന്നുമുണ്ട്. അതുപോലെ ഇന്നും വലിയ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. എറണാകുളം, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടം സംഭവിക്കാനിടയുണ്ട്. കാരണം ഈ ചെല്ലാനം ഉൾപ്പെടെയുള്ള എടവരക്കാട്, കണ്ണമാലി പോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം കടലേറ്റം വലിയ തോതിൽ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അത് മഴ ശക്തമാകുന്നതിനോടൊപ്പം അത് വീണ്ടും രൂക്ഷമാവുകയും അത് വീണ്ടും ഈ പ്രദേശവാസികൾക്ക് വലിയ ദുരിതമുണ്ടാക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇങ്ങനെ എടവരക്കാട് മന്ത്രി പി രാജീവ് അവിടെ സന്ദർശിക്കുകയുണ്ടായി. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുമുണ്ടായി. പക്ഷേ അവിടെ കടലേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത് അവിടെ വീടുകളിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരണം വെള്ളം വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെയാണ് മലയോര മേഖലകളിൽ കോതമംഗലം ഉൾപ്പെടെയുള്ള മേഖലയിൽ കനത്ത മഴക്കൊപ്പം ഈ കൊടുങ്കാറ്റ് കൂടി ഉണ്ടാകുന്നത് വലിയ ദുരിതമുണ്ടാക്കുകയാണ്. അവിടെ 12 വീടുകൾ, കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴ പഞ്ചായത്തിൽ 12 വീടുകൾ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ മലയോര മേഖലയിലും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. മഴ തുടരുകയാണെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതകളുടെ വലിയ തീവ്രമായ ഒരു മഴക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും വെള്ളക്കെട്ട് ഉണ്ടായ സാഹചര്യത്തിലാണ് മഴ കനക്കുന്നതും അതോടൊപ്പം വെള്ളക്കെട്ട് ഉണ്ടായ സാഹചര്യത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ മഴ പെയ്താൽ റോഡുകളിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതോടൊപ്പം ഈ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കൊച്ചിയിലെ സാഹചര്യം അത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. ഈ ഓഫീസുകളിലേക്കും മറ്റും പോകേണ്ടവർ വളരെ നേരത്തെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം മഴ പെയ്യുന്നതോടൊപ്പം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയാണ്. വെള്ളക്കെട്ടൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യമുണ്ട്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇന്നൊരു പ്രവൃത്തി ദിവസമായിരിക്കെ തന്നെ അത് വെള്ളക്കെട്ട് വീണ്ടും ഉയരുന്നത് അത് യാത്രക്കാർക്കും വലിയ ദുരിതമുണ്ടാക്കും. ഈ രീതിയിലാണ് എറണാകുളം ജില്ലയിൽ മഴ കനക്കുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ മുഹമ്മദ് ജസീം നൽകി കഴിഞ്ഞു. നമുക്ക് തലസ്ഥാനത്തേക്ക് പോകാം. തലസ്ഥാനത്തും ഇന്നലെ ഒരുപാട് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, തലസ്ഥാനത്തെ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന മഴ വിവരങ്ങൾ എന്തെല്ലാമാണ്? അടുത്ത 3 മണിക്കൂറിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ മഴ ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും തലസ്ഥാനത്ത് മഴയുണ്ട്. രാവിലെ കനത്ത മഴയില്ലെങ്കിലും ഒറ്റപ്പെട്ട മഴ തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടെയുണ്ട്. മലയോര മേഖലകളിൽ
മഴ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം ഇന്നലെ രാത്രി തലസ്ഥാന നഗരിയിൽ തന്നെയാണ് അപകടം സംഭവിച്ചത്. മരം വീണ് കാർ യാത്രികരായ ഒരു യുവതി മരിച്ചിരുന്നു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള അപകടങ്ങൾ, മരം മുറിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ട് നിരവധി ഇടങ്ങളിൽ. കാരണം ശക്തമായ കാറ്റുണ്ട്, മഴക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലോരങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും നൽകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും അതിശക്തമായി തന്നെ സംസ്ഥാനത്ത് മഴ തുടരും. കാരണം ന്യൂനമർദ്ദം പുതുതായി രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ മഴ തുടരുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. റോഷിപാൽ, മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തീരദേശത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് മുന്നറിയിപ്പുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം, മഴ ഇന്ന് തുടരും എന്ന് തന്നെയാണോ? ഏത് തരത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? നമുക്കറിയാം, തോടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കുന്ന പ്രക്രിയകൾ പൂർത്തിയാവാത്തതിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിമർശനം ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഈ മഴ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത്? തലസ്ഥാനത്ത് ഇന്നലെ താരതമ്യേന നഗരത്തിൽ മഴ താരതമ്യേന കുറവായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രിയോടെയാണ് മഴ കൂടുതൽ ശക്തമായത്. ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നലെ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് തലസ്ഥാനത്ത് ഇന്ന് ഗ്രീൻ അലേർട്ടാണ്. തലസ്ഥാനത്ത് തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണ് ഏറ്റവും ശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പായി നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഓറഞ്ച് അലേർട്ട് ഉള്ള ജില്ലകൾ ഒന്ന് കാസർഗോഡാണ്. കാസർഗോഡ്, ഒപ്പം തന്നെ കണ്ണൂർ, വയനാട്, മലപ്പുറം, ഈ ജില്ലകളിലാണ്, മലപ്പുറം വരെയുള്ള ജില്ലകളിലാണ്, 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. അതിന് പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. ഏതായാലും എങ്കിൽ പോലും തലസ്ഥാനത്ത് ഇപ്പോഴും മഴയുണ്ട്. മഴ വലിയ ശക്തമായ മഴയില്ലെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷവും മഴയും തുടരുന്നുണ്ട്. പക്ഷെ മലയോര മേഖലകളിൽ ശക്തമായ മഴയുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകണം. എത്രത്തോളം ഇന്നലെ രാത്രി പെയ്ത മഴയിൽ എത്രത്തോളം നാശനഷ്ടമുണ്ട് എന്ന കണക്കുകൾ അടക്കം റവന്യൂ അധികാരികളിൽ നിന്നും ആ കണക്കുകൾ അല്പസമയത്തിനകം ലഭ്യമാകും. റോഷിപാലാണ് തലസ്ഥാനത്ത് വിവരങ്ങൾ നൽകിയത്.